നമസ്കാരം. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന് നാളെ തിരുവനന്തപുരത്ത് സമാപനം കുറിക്കുന്നു. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന് ഏറ്റവും കൂടുതൽ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് കരിങ്കൊടിയുമായി രംഗത്ത് വന്നത് UDF നേതാക്കൾ തന്നെയാണ്, യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. UDFും യൂത്ത് കോൺഗ്രസും തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന്റെ അന്യായമായ അനീതികരമായ പ്രവർത്തനങ്ങളെ കുറിച്ച് പൊതുജന സമൂഹത്തിൽ തുറന്നു കാണിക്കുകയും മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. കണ്ണൂരിൽ കല്യാശ്ശേരി മുതൽ ആരംഭിച്ച ഈ കരിങ്കൊടി പ്രതിഷേധം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെയും തിരുവനന്തപുരത്ത് അതിമാരകമായ രീതിയിൽ തന്നെയാണ് പോലീസും കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത്. ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കാലിലൂടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനം കയറ്റിയിറക്കുന്നതുമെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനം കാലിലൂടെ കയറിയിറങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഇപ്പോൾ ആശുപത്രിയിലാണ്. കാലിൽ ശസ്ത്രക്രിയ കഴിഞ്ഞു, ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ് എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ. മുഖ്യമന്ത്രി നവകേരള സദസ്സുമായി കേരളത്തിൽ എവിടെയെല്ലാം ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം വൻപിച്ച സംഘർഷം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കരിങ്കൊടി കാണിക്കാൻ എത്തിയവരും പോലീസും തമ്മിൽ ഉണ്ടായ ഉന്തും തള്ളും. ഇതിനിടെ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരായ DYFകാരും CPMകാരും അവരിലെ ഗുണ്ടകളും ചേർന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ച് അവശരാക്കിയത്. ഇതിന് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് തന്നെയാണ് പറഞ്ഞത്. അതായത് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർ കരിങ്കൊടി കാണിക്കാൻ എത്തുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്നത് അതിന് രക്ഷാപ്രവർത്തനമായി തന്നെയാണ് മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ദിവസവും വരെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് പ്രസംഗിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ളവർ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച മാധ്യമങ്ങളിൽ വന്നിട്ട് മുഖ്യമന്ത്രി അത് കണ്ടിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ അതിന്റെ ക്ലിപ്പുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞങ്ങളത് കാണിച്ചു തരാം എന്ന് മാധ്യമ പ്രവർത്തകർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പ്രകോപനപരമായി അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പത്രസമ്മേളനം നിർത്തി എഴുന്നേറ്റ് പോവുകയായിരുന്നു. ലോകം മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ളവർ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച കണ്ടിട്ട് മുഖ്യമന്ത്രി ഇതൊന്നും കണ്ടിട്ടില്ല. ഇത് കാണാത്ത മുഖ്യമന്ത്രി പിന്നെ എങ്ങനെയാണ് ഒരു ഭരണാധികാരി അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യത ഉണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും കാണുവാനും കേൾക്കുവാനും അതിനെ വിലയിരുത്തുവാനും സാധിച്ചില്ല എങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കുന്നത് എന്ന് തന്നെയാണ് VD സതീശൻ ചോദിച്ചത്. മുഖ്യമന്ത്രിക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും അറിയാൻ സമയമില്ല. അദ്ദേഹത്തിന് നവകേരള സദസ് എന്ന ധൂർത്തിന്റെ യാത്ര നടത്തുവാനാണ് താല്പര്യം. കേരളത്തിന്റെ ഖജനാവിൽ 5 നയാ പൈസയില്ല എങ്കിലും നവകേരള യാത്ര പോലുള്ള ഈ ധൂർത്തിന്റെ മാമാങ്കം സംഘടിപ്പിക്കുവാൻ മുഖ്യമന്ത്രിക്ക് ഒരു വിഷമവുമില്ല. കേരളത്തിലെ ആളുകൾ പെൻഷൻ കിട്ടാതെ പോലും വിഷമിക്കുന്നു, ശമ്പളം കിട്ടുന്നില്ല. ഇതൊന്നും മുഖ്യമന്ത്രിയുടെ വിഷയമേ അല്ല. മുഖ്യമന്ത്രിക്ക് നവകേരള സദസ്സുമായി മുന്നോട്ട് പോകണം. സർക്കാരിന്റെ നേട്ടങ്ങൾ, ഇല്ലാത്ത നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി CPM നടത്തുന്ന ഒരു കപടയാത്രയാണ് നവകേരള യാത്ര എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവും മറ്റിതര രാഷ്ട്രീയ കക്ഷികളും അഭിപ്രായപ്പെട്ടത്. നവകേരള സദസ്സിനെതിരെ കരിങ്കൊടി പ്രയോഗങ്ങൾ അടക്കം നിരവധി പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു, പ്രതിഷേധ സമരങ്ങൾ നടന്നു. എന്നാൽ ഇവിടെ വ്യത്യസ്തമായ ഒരു പ്രതിഷേധ പരിപാടിയുമായി UDF നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നു. നവകേരള ബസ് ചവിട്ടി പൊളിച്ചുകൊണ്ട് തന്നെയായിരുന്നു അവരുടെ ഈ പ്രതിഷേധം. ടോയ്ലറ്റ് സൗകര്യമുള്ള ബസ്സാണിത്, കാരവാനാണ്, അതുകൊണ്ട് ചവിട്ടി പൊളിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് UDF നേതാക്കൾ സംസാരിച്ചത്. എങ്കിലും നവകേരള ബസ് ചവിട്ടി പൊളിച്ചുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ ദേഷ്യം അവർ പ്രകടിപ്പിച്ചത്, പ്രതിഷേധം പ്രകടിപ്പിച്ചത്. ഇതിൽ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. നവകേരള സദസ് ബസിന്റെ ഒരു മോഡൽ, ഒരു മിനിയേച്ചർ ഉണ്ടാക്കിക്കൊണ്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. അത് തെരുവിലിട്ട് ചവിട്ടി പൊട്ടിച്ചു. ആ വണ്ടിയിൽ അവരുണ്ടാക്കിയ നവകേരള സദസ്സിന്റെ മിനിയേച്ചർ വണ്ടിയുടെ മുൻപിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പടമെല്ലാം വെച്ച് അതിനുശേഷം തന്നെയായിരുന്നു അവർ ഈ നവകേരള ബസ് തെരുവിലിട്ട് ചവിട്ടി പൊട്ടിച്ചത്. 20 മന്ത്രിമാരുടെയും ചിത്രങ്ങൾ ഇതിനൊപ്പം വച്ചിട്ടുണ്ടായിരുന്നു. വൈദ്യുതി മന്ത്രിയെ ഹെലികോപ്റ്ററിൽ പറക്കുന്നതായി അവർ ലൈൻ കമ്പിയിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക് ലൈനിൽ വൈദ്യുതി കമ്പിയിൽ വൈദ്യുതി മന്ത്രിയുടെ ചിത്രവും ഹെലികോപ്റ്ററും തൂക്കിയിട്ടുകൊണ്ട് വൈദ്യുതി മന്ത്രി ഇതാ യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞു തന്നെയായിരുന്നു പ്രതിഷേധിച്ചത്. മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനെയും മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനെയും ഈ ഹെലികോപ്റ്ററിൽ കയറ്റിയാണ് ഞങ്ങൾ പറത്തിവിടുന്നത് എന്ന് പറഞ്ഞ് മറ്റൊരു ഹെലികോപ്റ്റർ ഹൈഡ്രജൻ ബലൂണിനൊപ്പം പറത്തിവിടുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെയും മറ്റൊരു മഞ്ഞ കളറുള്ള ഹെലികോപ്റ്ററിൽ ഞങ്ങൾ പറത്തിവിടുന്നു എന്ന് കാണിച്ചുകൊണ്ട് അവിടെയും ഒരു ഹൈഡ്രജൻ ബലൂൺ കെട്ടിയ ഒരു ഹെലികോപ്റ്റർ രൂപത്തിലുള്ള ബലൂൺ പറപ്പിക്കുന്നുണ്ടായിരുന്നു. വേറിട്ട ഒരു പ്രതിഷേധ പ്രകടനം തന്നെയായിരുന്നു UDFകാർ ഇവിടെ സംഘടിപ്പിച്ചത്. എന്തായാലും ഈ പ്രതിഷേധ സമരത്തിനെതിരെ, നവകേരള ബസ് ചവിട്ടിപ്പൊളിച്ചതിനെതിരെ പ്രതിഷേധവുമായി എന്തായാലും പ്രതികരിക്കുവാൻ രക്ഷാപ്രവർത്തനവുമായി DYFകാർ എത്തിയില്ല, CPMകാർ എത്തിയില്ല. ഇവരെ പിടിച്ചു മാറ്റുവാൻ വേണ്ടി, നവകേരള സദസ് ബസ് ചവിട്ടിപ്പൊളിക്കുന്നത് തടയുവാൻ വേണ്ടി പോലീസുകാരും തന്നെ UDFകാരുടെ അടുത്തേക്ക് ഓടിയെത്തിയില്ല. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഭടന്മാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനായ
അനിലോ അങ്ങനെ മറ്റുള്ള ആരെങ്കിലും ലാത്തിയുമായി ഈ നവകേരള ബസ് ചവിട്ടിപ്പൊളിക്കുന്നവരുടെ തലതല്ലി പൊളിക്കുവാൻ വേണ്ടി ഓടിയെത്തിയില്ല എന്നുള്ളതും നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും വളരെ വേറിട്ട ഒരു പ്രതിഷേധ ശൈലി തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന്റെ ബസ് ചവിട്ടിപ്പൊളിക്കുക. നവകേരള ബസ് ചവിട്ടിപ്പൊളിച്ച് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എയറിൽ പറത്തുന്ന കാഴ്ച തന്നെയായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്രതിഷേധ പ്രകടനമായിരുന്നു UDF സംഘടിപ്പിച്ചത്. എന്തായാലും നാളെ നവകേരള സദസ്സ് സമാപനം കുറിക്കുന്നു തിരുവനന്തപുരത്ത്. ഇനിയും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം പോലീസിന്റെ ഭാഗത്തു നിന്നോ ഡിവൈഎഫിന്റെ ഭാഗത്തു നിന്നോ UDFനോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്കാർക്കോ നേരിടേണ്ടി വരില്ല എന്ന ആശ്വാസത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ. എന്നാൽ ഇനിയും മുഖ്യമന്ത്രി മറ്റേതെങ്കിലും ഒരു യാത്രയുമായി രംഗത്ത് വരും എന്ന് തന്നെയാണ് ഇപ്പോൾ UDF നേതാക്കൾ പറയുന്നത്. എന്തായാലും നവകേരള സദസ്സ് കഴിയുന്നു, ജനങ്ങൾക്കും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്കാർക്കും UDFനും ആശ്വാസകരമായ കാലം വരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുജനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും കൂടുതൽ അനിഷ്ടകരമായ സംഭവങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ഇവർ ഈ നവകേരള ബസ് ചവിട്ടിപ്പൊളിച്ചുകൊണ്ടുള്ള പ്രതിഷേധം UDF ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നവകേരള ബസ് ചവിട്ടിപ്പൊളിക്കുന്ന കാഴ്ച ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. വൈദ്യുതിമന്ത്രി കിടക്കുന്നുണ്ട് ലൈല തൂങ്ങി. UDF जिंदाबाद, UDF जिंदाबाद, UDF जिंदाबाद, UDF जिंदाबाद. अहमद सरकार तुलयट्टे, अहमद सरकार तुलयट्टे. അടക്കമുള്ള മന്ത്രിമാരെയും ഞങ്ങൾ ഇപ്പോൾ ഈ വിമാനത്തിൽ കയറ്റി നാട് കടത്തുകയാണ്. വൈദ്യുതിമന്ത്രി കിടക്കുന്നുണ്ട് ലൈല തൂങ്ങി. കേട്ടോ